അഭിനയം മാത്രമല്ല സംവിധാനവും വഴങ്ങുമെന്ന് തെളിയിച്ച് മുന്നേറുകയാണ് നടൻ പൃഥ്വിരാജ്. എഞ്ചിനീയറിംഗ് പഠന അവസാന ഘട്ടമായപ്പോഴേക്കും സിനിമയിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചത്. നന്ദനത്തിലൂടെയായിരുന്നു പൃഥ്വിയെ പ്രേക്ഷക ലോകം ഏറ്റെടുത്തത്. ഏത് തരം വേഷവും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പൃഥ്വി തെളിയിച്ചിട്ടുണ്ട്. നടനായാണ് അരങ്ങേറിയതെങ്കിലും ഇന്ന് സിനിമയുടെ സമസ്ത മേഖലകളിലും പൃഥ്വിയുടെ സാന്നിധ്യമുണ്ട്. സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. സ്വന്തമായി നിർമ്മാണ കമ്പനിയുമായും താൻ എത്തുമെന്നും വർഷങ്ങൾക്ക് മുമ്പേ പൃഥ്വി പറഞ്ഞിരുന്നു. സിനിമയിലെത്തി വൈകാതെ തന്നെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാക്ഷാത്കരിക്കുകയാണ് അദ്ദേഹം. ലൂസിഫറിലൂടെയാണ് സംവിധായകനായി അരങ്ങേറിയത്. ഗംഭീര പിന്തുണയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. രണ്ടാം ഭാഗം എന്നാണെന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാവരും ചോദിച്ചത്. അധികം വൈകാതെ തന്നെ എമ്പുരാനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും എത്തി. മാർച്ച് 27-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. എമ്പുരാൻ്റെ ജോലികൾ പൂർത്തിയാക്കിയെന്നുള്ള വിശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം പൃഥ്വി പങ്കുവച്ചത്. സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ജോലികളെല്ലാം തീർത്തു. മാർക്കറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഭിനേതാവായി അടുത്ത സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടിയാണ് ഈ ലുക്കിലേക്ക് മാറിയത്. മുഴുനീള ഡയലോഗ് എങ്ങനെ പറയുമെന്നോർത്തുള്ള ടെൻഷനിലാണ് ഞാൻ. എനിക്ക് അറിയാത്ത ഭാഷ കൂടിയാണ് എന്നാണ് പൃഥ്വിരാജ് ചിത്രത്തിനൊപ്പം കുറിച്ചത്. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയത്. നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്, മറക്കരുത് എന്നായിരുന്നു സുപ്രിയയുടെ ഓർമ്മപ്പെടുത്തൽ. നിരവധി പേരായിരുന്നു ഈ കമൻറ്റിന് താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. പൃഥ്വിയെ വല്ലാതെ മിസ് ചെയ്യുമ്പോൾ മകളെയും കൂട്ടി ലൊക്കേഷനിൽ എത്താറുണ്ട് സുപ്രിയ. നിർദ്ദേശവും മകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ സിനിമകളൊന്നും ഇതുവരെ മകൾ കണ്ടിട്ടില്ല. അവൾക്ക് പറ്റിയൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. എപ്പോഴാണ് അങ്ങനെയൊരു ചിത്രം സംഭവിക്കുകയെന്ന് അലങ്കൃത ചോദിക്കാറുണ്ടെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞു. അമ്മയെപ്പോലെ എഴുതാൻ കഴിവുണ്ടെന്ന് മകൾ ഇതിനോടകം തന്നെ തെളിയിച്ചതാണ്. മകളുടെ കവിതകളെല്ലാം ചേർത്ത് സുപ്രിയ പുസ്തകം ഇറക്കിയിരുന്നു.